എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ടും എന്നാൽ ടേസ്റ്റി ആയിട്ടുമുള്ള ഒരു ചിക്കൻ സോസേജ് കറിയാണ്. കറിക്ക് വേണ്ടി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 7-8 വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, ചെറിയ 2 തക്കാളിപ്പഴം. കറിക്ക് ചേർക്കാനുള്ള മസാല: മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്. ചിക്കൻ സോസേജ് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഒരുപാട് അങ്ങ് ചെറുതാക്കണ്ട, കറിക്കായതുകൊണ്ട്. ഈ അളവിന് വേണം ചിക്കൻ സോസേജ് ഒന്ന് അരിഞ്ഞെടുക്കാൻ. ഇനി നമുക്ക് ഇത് കൊണ്ടുപോയി ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് സോസേജ് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി ചിക്കൻ സോസേജ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 250 ഗ്രാം ചിക്കൻ സോസേജാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരുപാടങ്ങ് ഫ്രൈ ആവണ്ട. ചിക്കൻ സോസേജ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. ഈ എണ്ണയിലേക്ക് നമുക്ക് ഈ ഉള്ളിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിയിട്ട് നമുക്ക് കറി തയ്യാറാക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളിപ്പഴം ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് നേരം അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. അപ്പോൾ തക്കാളിപ്പഴം പെട്ടെന്ന് വേവും. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. തക്കാളിപ്പഴമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ സോസേജ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കണം. ഇനി കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കണം. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കണം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചൊരു 2 മിനിറ്റ് വേവിക്കാം. കറി നമുക്കൊന്ന് തുറന്ന് നോക്കാം. കറിയൊക്കെ പറ്റി വന്നിട്ടുണ്ട്. കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം.